ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനു മൂവീസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് മാത്യു തോമസും അർജുൻ അശോകനും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ ബ്രോമാൻസ് എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് കൂർഗിലെ ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ കാണിച്ചുകൊണ്ടാണ്. ആ ആഘോഷത്തിൽ നമ്മുടെ ഈ സിനിമയിലെ നായകനായ ബിൻഡോയും ബിൻഡോയുടെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. അങ്ങനെ ആഘോഷം അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പടക്കം പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത്. എന്നാൽ അത് ശരിക്കും പടക്കം പൊട്ടിയതായിരുന്നില്ല. ആശിഷ് ബോപ്പന്നെ എന്നൊരാൾ തന്റെ ഡബിൾ ബാരൽ ഗണ്ണു വെച്ച് ആകാശത്തേക്ക് വെച്ച വെടിയുടെ ശബ്ദമായിരുന്നു അത്. ആ ആകാശത്തേക്ക് വെടിവെച്ച ആശിഷ് ബോപ്പന്ന ആ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന ആരെയൊക്കെയോ എന്തിനോ വേണ്ടി പിടിച്ചിടിക്കുന്നുണ്ട്. അവിടെ നല്ല പൊരിഞ്ഞ ഇടി നടക്കുന്നു കണ്ട നമ്മുടെ നായകൻ ബിൻഡോ തന്റെ ഫോണിൽ അവിടെ നടക്കുന്ന ഇടി മുഴുവൻ റെക്കോർഡും ചെയ്യുന്നുണ്ട്. ആ സമയം ആ പാർട്ടിയിലുണ്ടായിരുന്ന ഒരുത്തന്റെ കൈ തട്ടി നമ്മുടെ ബിൻഡോയുടെ ഫോൺ താഴെ വീഴുന്നു. അതിൽ കലിപ്പായ ബിൻഡോ തന്റെ ഫോൺ തട്ടി താഴെ ഇട്ടവനെ പിടിച്ചിടിക്കുന്നു. ആ ഇടി കൊണ്ടവനാണെങ്കിൽ നമ്മുടെ ബിൻഡോയെ രണ്ട് തെറിയും വിളിച്ച് അവിടെ നിന്നും ഓടിപ്പോകുന്നു. ആ സമയം ബിൻഡോയുടെ കൂട്ടുകാരൻ ബെൽജിൻ ബിൻഡോയോട്, എടാ നീ എന്തിനാടാ അവനെ പിടിച്ചു തല്ലിയത്? അതിന് ബിൻഡോ, അത് പിന്നെ അവൻ എന്റെ ഫോൺ തട്ടി താഴെ ഇട്ടില്ലേ? അതിന് ബെൽജിൻ, എടാ ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്നും പറഞ്ഞ് ബെൽജിൻ ബിൻഡോയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ബിൻഡോയും കൂട്ടുകാരും തങ്ങളുടെ റൂമിലെത്തി. ബിൻഡോയുടെ കൂട്ടുകാരൻ ബെൽജിൻ ബിൻഡോയോട്, എടാ അവന്മാരാരാണെന്ന് നിനക്കറിയാവോ? അവന്മാരാണ് കൊടുവന്മാർ, ഇവിടുത്തെ വലിയ റൗഡികളാണ്. അതിന് ബിൻഡോ, ഒന്ന് പോടാവേ, എനിക്കാരെയും പേടിയില്ല, ഞാനിപ്പോൾ തന്നെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത് റീലും പോസ്റ്റ് ചെയ്യും. അതിന് ബെൽജിൻ, നീ ഇവിടെ കിടന്ന് തല്ലുവോ തല്ലുകൊള്ളുവോ എന്ത് വേണമെങ്കിലും ചെയ്യും, ഞാൻ നാളെ ഇവരെയും കൂട്ടി ബാംഗ്ലൂരിലേക്ക് പോകും എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. നമ്മുടെ ബിൻഡോയ്ക്ക് കീലേരി അച്ചു എന്ന പേരിൽ ഒരു ഇൻസ്റ്റ ഐ ഡി ഉണ്ട്. അങ്ങനെ ബിൻഡോ തന്റെ പുതിയ റീലിനായി ന്യൂ ഇയർ പാർട്ടി നടന്ന സ്ഥലത്തു നിന്നും എടുത്ത അടിയുടെ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഷിൻഡോയുടെ ബ്രദർ അല്ലേ എന്നും ചോദിച്ച് ഇൻസ്റ്റയിൽ ഒരു മെസ്സേജ് വരുന്നത്. അതിന് ബിൻഡോ അതെ എന്ന് തിരിച്ചും മെസ്സേജ് അയച്ചു. അതിനവിടെ നിന്നും കോണ്ടാക്ട് നമ്പർ തരുമോ എന്നും ചോദിച്ച് വീണ്ടും മെസ്സേജ് വരുന്നു. അതിന് ബിൻഡോ ഇയാൾ ആരാ എന്നും ചോദിച്ച് തന്റെ ഫോൺ നമ്പറും അയച്ചു കൊടുക്കുന്നു. ഉടൻ തന്നെ ബിൻഡോയ്ക്ക് കോളും വന്നു. ഹലോ ബിൻഡോ അല്ലേ എന്നും ചോദിച്ച്. അതിന് ബിൻഡോ അതെ, ഇയാൾ ആരാ എന്ന് ചോദിച്ചു. അതിനയാൾ, എന്റെ പേര് ഷബീർ, ഞാൻ തന്റെ ചേട്ടൻ ഷിൻഡോയുടെ കൂട്ടുകാരനാണ്. ബിൻഡോ അർജന്റ് ആയിട്ടൊന്ന് കൊച്ചിയിലേക്ക് വരാമോ? അതിന് ബിൻഡോ, എന്തു പറ്റി? ചേട്ടൻ എന്തെങ്കിലും പറ്റിയോ? അതിന് ഷബീർ, ഏയ് അതൊന്നുമല്ല, ഷിൻഡോയെ ഇന്നലെ രാത്രി മുതൽ കാണാനില്ല, ഒന്ന് പെട്ടെന്ന് വരാൻ പറ്റുമോ? അത് കേട്ട ബിൻഡോ ഫോൺ കട്ട് ചെയ്ത് തന്റെ ചേട്ടൻ ഷിൻഡോയെ കോൾ ചെയ്യുന്നു. എന്നാൽ ഷിൻഡോയുടെ ഫോണാണെങ്കിൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അടുത്ത സീനിൽ ബിൻഡോ കൊച്ചിയിൽ വന്നതായി കാണിക്കുന്നു. കൊച്ചിയിലെത്തിയ ബിൻഡോയെ ഷബീർ ഷിൻഡോയുടെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. ബിൻഡോ ഷിൻഡോയുടെ അപ്പാർട്ട്മെന്റിൽ വന്ന് നോക്കുമ്പോൾ അവിടെ മുഴുവൻ അലങ്കോലമായി കിടക്കുകയായിരുന്നു. അത് കണ്ട ബിൻഡോ ഷബീറിനോട്, അവൻ എന്തു പറ്റി? അവൻ ഇങ്ങനെ റൂം അലങ്കോലമായിട്ട് ഇടാറില്ലല്ലോ. അങ്ങനെ സീൻ കട്ടായി 2 ദിവസം മുമ്പ് ഷിൻഡോയും ഷബീറും ഒരുമിച്ചിരുന്ന് വെള്ളമടിക്കുന്ന സീൻ കാണിക്കുന്നു. പരിപാടി വെള്ളമടിയായിരുന്നെങ്കിലും ഷബീറിന് ഡ്രിങ്ക്സ് എല്ലാം ഹറാമായിരുന്നതിനാൽ തന്നെ ഷബീർ ഡ്രിങ്ക്സ് ഒന്നും കഴിക്കത്തുമില്ലായിരുന്നു. അങ്ങനെ വെള്ളമടിച്ച് കിളിപോയ ഷിൻഡോ, അവളായിരുന്നടാ എന്റെ അല്ല, എന്റെ ഐഷു, അവൾ എന്നെ ഇപ്പോൾ ചതിച്ചു, ഞാൻ ഇനി എന്തിനാടാ ജീവിക്കുന്നത്? അതിന് ഷബീർ, നീ ചുമ്മാ പട്ടി മോങ്ങുന്നത് പോലെ ഇരുന്ന് കരയാതടാ, അവള് പോയാൽ വേറെ ഒരുത്തി, ഇത് ആദ്യത്തെ പരിപാടിയൊന്നും അല്ലല്ലോ നിന്റെ. അതിന് ഷിൻഡോ, നീ വിചാരിക്കുന്നത് പോലെ അല്ലടാ, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്നാൽ ഷിൻഡോയുടെ കഥ കേട്ട് ഷബീറിനാണെങ്കിൽ ടോയ്ലറ്റിൽ പോകാൻ തോന്നുന്നുണ്ടായിരുന്നു. അങ്ങനെ ഷബീർ ടോയ്ലറ്റിനകത്തേക്ക് പോയ സമയം ഷിൻഡോ, എടാ ഇനി ഒരുത്തിനും എന്നെ കാണില്ല എന്ന് പറയുന്നു. അതിന് ഷബീർ, ആ ഓക്കേടാ, ഞാൻ ഐഷുവിന്റെ അടുത്ത് പറഞ്ഞേക്കാം എന്ന് പറയുന്നു. അങ്ങനെ മൂത്രം ഒഴിക്കാൻ പോയ ഷബീർ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഷിൻഡോയെ അവിടെ കാണുന്നുമില്ല. അങ്ങനെ വീണ്ടും ബിൻഡോയെയും ഷബീറിനെയും കാണിക്കുന്നു. ഷബീർ പറഞ്ഞു, ആദ്യം ഞാനും തമാശയാണെന്നാണ് വിചാരിച്ചേ, ഞാൻ അവൻ പോകാറുള്ള എല്ലായിടത്തും പോയി നോക്കി, എന്നാൽ അവനെ കണ്ടില്ല, അതിനാലാണ് നിന്നെ വിളിച്ചത്. അതിന് ബിൻഡോ, ഷിൻഡോയെ തേച്ചു എന്ന് പറഞ്ഞ പെണ്ണില്ലേ ഐഷു, അവളോട് ചോദിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നു. അതിന് ഷബീർ, ഞാൻ കുറെ വിളിച്ചിരുന്നു, പക്ഷേ അവൾ ഫോൺ എടുത്തില്ല. അതിന് ബിൻഡോ, അവൾ എവിടെയുള്ളതാണെന്ന് ചോദിക്കുന്നു. അതിന് ഷബീർ, അവൾ കടവന്തറയിലാണുള്ളതെന്ന് പറഞ്ഞു. അങ്ങനെ ബിൻഡോയും ഷബീറും കടവന്തറയിലെത്തി. ബിൻഡോ, ഇപ്പോൾ കാണാൻ വന്ന ഐഷു ഒരു ദന്ത ഡോക്ടറാണ്. ഐഷുവിനെ കാണാൻ വന്ന ബിൻഡോയ്ക്കാണെങ്കിൽ ഐഷു 3 പല്ലിന് കേടുണ്ട്, അതിൽ 2 ഉറപ്പായും റൂട്ട് കനാൽ ചെയ്യണം, ഒരെണ്ണത്തിന്റെ എക്സ്റേയും എടുക്കണം എന്നും പറഞ്ഞ് 1000 രൂപയുടെ ബില്ല് മേടിച്ച് കയ്യിൽ കൊടുത്തു. അതറിഞ്ഞ് ഷബീർ ബിൻഡോയെയും കൂട്ടി ഐഷുവിന്റെ അടുത്ത് വന്നു. ഷബീറിനെ ആണെങ്കിൽ ഐഷുവിന് നേരത്തെ തന്നെ അറിയാമായിരുന്നു. അതിനാൽ ഐഷു ഷബീറിനോട്, എന്തു പറ്റി ഷബീറെ എന്ന് ചോദിച്ചു. അതിന് ഷബീർ, ഇത് ബിൻഡോ ഷിൻഡോയുടെ അനിയനാണെന്ന് പറഞ്ഞു. അത് കേട്ട ഐഷു, രണ്ടുപേരും വേഗം ഇവിടുന്ന് സ്ഥലം വിട്ടോ, എനിക്ക് അവന്റെ പേര് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ല. അതിന് ബിൻഡോ, അതെ, നിങ്ങൾ ഒറ്റയൊരുത്തി കാരണം എന്റെ ചേട്ടൻ ഇപ്പോൾ മിസ്സിംഗ് ആണ്, അതിനൊരു തീരുമാനമാകാതെ ഞാൻ ഇവിടെ നിന്നും പോകില്ല. അതിന് ഐഷു, നിന്റെ ചേട്ടൻ എവിടെയെങ്കിലും പോയതിന് ഞാൻ എന്ത് ചെയ്യാനാണ്, ചാകട്ടെ അവനൊക്കെ. അത് കേട്ട് കട്ടക്കലിപ്പായ ബിൻഡോ ഐഷുവിനെ പച്ചയ്ക്ക് തെറി വിളിക്കാൻ തുടങ്ങി. എന്നാൽ അതെല്ലാം കേട്ട് നമ്മുടെ ഐഷു പേടിച്ചു പോയെന്ന് കരുതണ്ട, ഐഷുവും തിരിച്ച്
മേടിച്ച് ബിൻഡോ പറഞ്ഞതിന്റെ എല്ലാം ഇരട്ടിയായി തിരിച്ചു ബിൻഡോയ്ക്ക് തന്നെ കൊടുത്തു. അവസാനം ഷബീർ ഒരു തരത്തിൽ ബിൻഡോയെ അവിടെ നിന്നും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്നു. പുറത്തു വന്നെങ്കിലും ബിൻഡോയുടെ കലിപ്പ് തീരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ബിൻഡോ ഷബീറിനെയും കൂട്ടി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. സ്റ്റേഷനിലെത്തിയ ഷബീറും ബിൻഡോയും കൂടി ഷിൻഡോയുടെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിൻഡോയ്ക്ക് അമ്മയുടെ ഫോൺ കോൾ വരുന്നത്. ഉടൻ തന്നെ സ്റ്റേഷന് പുറത്തു വന്ന് ബിൻഡോ കോൾ അറ്റൻഡ് ചെയ്തു. അമ്മ ബിൻഡോയോട് നീ ഇന്ന് വരുന്നു പറഞ്ഞിട്ട് എവിടെയാണ് എന്ന് ചോദിക്കുന്നു. അതിന് ബിൻഡോ, അമ്മേ ഞാൻ ഫ്രണ്ട്സിന്റെ കൂടെ കൊച്ചിയിലേക്ക് വന്നു, ഇപ്പോൾ ഷിൻഡോയുടെ കൂടെയാണുള്ളത്, 2-3 ദിവസം ഷിൻഡോയുടെ കൂടെ നിന്നിട്ട് വരാം. അതിനമ്മ, ഞാൻ അവനെ വിളിച്ചിട്ട് ഫോണിൽ കിട്ടുന്നില്ലല്ലോ, നീ അവന്റെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ എന്ന് പറയുന്നു. അതിന് ബിൻഡോ, അത് ചേട്ടന് നല്ല തിരക്കായതുകൊണ്ടാണ്, ഞാനിപ്പോൾ കൂട്ടുകാരുടെ കൂടെയാണുള്ളത്, ഞാൻ ചേട്ടന്റെ അടുത്തെത്തിയിട്ട് അമ്മയെ വിളിക്കാം എന്നും പറഞ്ഞ് ബിൻഡോ ഫോൺ കട്ട് ചെയ്തു. ആ സമയം ഷബീർ ബിൻഡോയുടെ അടുത്ത് വന്ന് SI വിളിക്കുന്നുണ്ട് എന്നും പറഞ്ഞ് ബിൻഡോയെയും കൂട്ടി SIയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവർ SI ടോണിയുടെ അടുത്തെത്തി. നോക്കുമ്പോഴതാ SI ടോണിക്കും നമ്മുടെ ബിൻഡോയ്ക്കും തമ്മിൽ മുമ്പേ പരിചയമുണ്ട്. എങ്ങനെയാണെന്നല്ലേ, അതായത് നമ്മുടെ ബിൻഡോ ഒരു ഇൻസ്റ്റയിലെ റീൽസോളി ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അങ്ങനെ SI ടോണിയുടെ ഒരു വീഡിയോ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കി SIയെ സ്വന്തം സ്ഥലത്തു നിന്നും തന്നെ സ്ഥലം മാറ്റിച്ച ആളാണ് നമ്മുടെ ബിൻഡോ. ബിൻഡോയ്ക്ക് SI ടോണിയെ കണ്ടപ്പോൾ തന്നെ ആളെ പിടികിട്ടി. SI ടോണിക്ക് ബിൻഡോയെയും. അങ്ങനെ SI ഷിൻഡോയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചറിഞ്ഞതിനു ശേഷം അവരുടെ രണ്ടുപേരുടെയും കൂടെ ഷിൻഡോയുടെ ഫ്ളാറ്റിലെത്തി. അങ്ങനെ ഷിൻഡോയുടെ അപ്പാർട്ട്മെന്റിലെത്തിയ SI ടോണി ഷബീറിനെ പുറത്തു നിർത്തിയിട്ട് ബിൻഡോയെ മാത്രം അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. എന്നിട്ട് കഥകളെല്ലാം അടച്ചതിനു ശേഷം കീലേരി അച്ചു നീയല്ലേ എന്ന് ചോദിക്കുന്നു. അതിന് ബിൻഡോ, സോറി സാറേ, അന്ന് അറിയാതെ പറ്റിപ്പോയതാണെന്ന് പറയുന്നു. അതിന് SI ബിൻഡോയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്നും മെഡൽ വാങ്ങിയ കേരള പോലീസിന്റെ അഭിമാനമായിരുന്നടാ ഞാൻ. നിന്റെ ഒരു ഒറ്റ വീഡിയോ കാരണം ഞാനിപ്പോൾ കേരള പോലീസിലെ കോമഡി പീസാണ്. എന്റെ പിള്ളേർക്കാണെങ്കിൽ സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, ഭാര്യയ്ക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, സ്വന്തം നാട്ടിൽ സുഖമായിട്ട് ജീവിച്ചിരുന്ന ഞാൻ ട്രാൻസ്ഫറും വാങ്ങി ഇവിടേക്കും വന്നു. അതിന് ബിൻഡോ, സോറി സാറേ, അന്ന് അറിയാതെ പറ്റിപ്പോയതാണ്, എന്റെ ചേട്ടനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചു തരണം സാറേ, ഞാൻ വേണമെങ്കിൽ കാല് പിടിക്കാം എന്നും പറഞ്ഞ് SIയുടെ കാല് പിടിക്കുന്നു. അതിന് SI ടോണി, അപ്പോൾ നിനക്ക് കാലൊക്കെ പിടിക്കാൻ അറിയാം, പക്ഷേ നീ എന്റെ കാല് പിടിക്കണ്ട, നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം, 1 നീ നിന്റെ ചേട്ടനെ സ്വയം കണ്ടുപിടിക്കും, 2 എന്ന് പറയുമ്പോൾ സീൻ കട്ടായി SI പുറത്തേക്ക് വരുന്നതായി കാണിക്കുന്നു. ആ സമയം ഷബീർ ആണെങ്കിൽ SI ടോണിയുടെ ആ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. SI ഷബീറിനോട് എല്ലാം ഞാൻ പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, എന്താവശ്യമുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി എന്നും പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. അതെല്ലാം കേട്ട് ഷബീർ ബിൻഡോയോട്, പാവം എന്ത് നല്ല മനുഷ്യനല്ലേ, ഏതോ ഒരുത്തൻ ആ പാവത്തിന്റെ വീഡിയോ എടുത്ത് ആ പാവത്തിനെ നാറ്റിച്ചു, അതിന് ബിൻഡോ, ആ വീഡിയോ എടുത്ത ദുഷ്ടൻ ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അതിന് ഷബീർ, അടിപൊളി, അതിന്റെ കാര്യവും തീരുമാനമായി എന്ന് പറയുന്നു. ബിൻഡോയ്ക്കാണെങ്കിൽ മൊത്തത്തിൽ ഭ്രാന്ത് പിടിക്കുന്ന അവസ്ഥയായിരുന്നു. ആ സമയം ഷബീർ ബിൻഡോയോട്, എടാ ഞാനൊന്ന് ഓഫീസിൽ പോയി സൈൻ ചെയ്തിട്ട് വേഗം വരാം, 2 ദിവസമായിട്ട് ലീവായിരുന്നു, അതുകൊണ്ടാണെന്ന് പറയുന്നു. അതിന് ബിൻഡോയും, സാരമില്ല ചേട്ടാ, ചേട്ടൻ പോയിട്ട് വരാൻ പറയുന്നു. അങ്ങനെ ഷബീർ അവിടെ നിന്നും തന്റെ ഓഫീസിലേക്ക് പോകുന്നു. അങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന ബിൻഡോയ്ക്ക് പെട്ടെന്നാണ് തന്റെ യഹിയ എന്ന പേരുള്ള ഒരു കൂട്ടുകാരൻ കൊച്ചിയിലുള്ള കാര്യം ഓർമ്മ വന്നത്. അങ്ങനെ ബിൻഡോ തന്റെ കൂട്ടുകാരൻ യഹിയയെ ഫോൺ ചെയ്യുന്നു. എന്നിട്ട് യഹിയയോട്, എടാ നീ കൊച്ചിയിലുണ്ടോ, ഒരു അത്യാവശ്യത്തിനാണ്, എനിക്കൊരു പണി കിട്ടി. അതിന് യഹിയ, അയ്യോ മച്ചാനെ, ഞാൻ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാൻ ഇപ്പോൾ ഗോവയിലാണുള്ളത്, അതുപോട്ടെ നീ കാര്യം എന്താണെന്ന് പറ. അങ്ങനെ ബിൻഡോ തന്റെ കാര്യങ്ങളെല്ലാം യഹിയോട് പറയുന്നു. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ യഹിയ, ഇതിൽ ഞാൻ എന്ത് ചെയ്യാനാണ്, പക്ഷെ ചെയ്യാൻ പറ്റുന്ന ഒരാളുണ്ട്, ഞാൻ അവന്റെ നമ്പർ നിനക്ക് സെൻഡ് ചെയ്യാം എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ യഹിയ പറഞ്ഞയാൾ ബിൻഡോയുടെ അടുത്തെത്തി. പേര് ഹരിഹരസുധൻ. ആളൊരു എത്തിക്കൽ ഹാക്കർ ആണ്. എന്തായാലും ഹരിഹരസുധൻ ആളൊരു സ്ട്രേറ്റ് ഫോർവേഡ് ആയിരുന്നു. ഹരിഹരസുധൻ ബിൻഡോയോട് പറഞ്ഞു, ബ്രോ ഞാനൊരു സത്യം പറയാം, ബ്രോയുടെ ചേട്ടനെ കണ്ടുപിടിക്കാനുള്ള കഴിവൊന്നും എനിക്കില്ല, പക്ഷെ പുള്ളിയുടെ ഫോൺ ഇപ്പോൾ എവിടെയിരിക്കുന്നതെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതിന് ബിൻഡോ, ആ അത് മതി, ഫോണെ കിട്ടിയാൽ ആളെയും കിട്ടുമല്ലോ. അതിന് ഹരിഹരസുധൻ, അതൊക്കെ നമുക്ക് സെറ്റാക്കാം, പക്ഷെ കുറച്ച് പൈസ ചെലവാകും, പിന്നെ യഹിയ പറഞ്ഞതായതുകൊണ്ട് ഒരു 15,000 രൂപയും നമുക്ക് ഒതുക്കാം. അതിന് ബിൻഡോ, ചേട്ടനെ കിട്ടിക്കഴിയുമ്പോൾ ബ്രോ പറഞ്ഞ പൈസ മുഴുവനും ഞാൻ തരാം, എന്റെ ചേട്ടന്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസയുണ്ട്, ഇപ്പോൾ തൽക്കാലം ഇത് പിടി എന്നും പറഞ്ഞ് ബിൻഡോ തന്റെ കയ്യിലുണ്ടായിരുന്ന 500 ഹരിഹരസുധന് ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു. വേറെ വഴിയില്ലാതെ ഹരിഹരസുധൻ ബിൻഡോ കൊടുത്ത 500 15,000 ആണെന്ന് മനസ്സിൽ വിചാരിച്ച് തന്റെ പണി തുടങ്ങി. പൈസ മുഴുവനും കിട്ടിയില്ല എന്നും പറഞ്ഞ് ഹരിഹരസുധൻ ജോലിയിൽ ഉഴപ്പൊന്നും കാണിച്ചില്ല. എന്തെന്നാൽ ഹരിഹരസുധൻ ബിൻഡോയുടെ ചേട്ടൻ ഷിൻഡോയുടെ ഫോൺ ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടെത്തിയിരുന്നു. അങ്ങനെ ബിൻഡോയും ഹരിഹരസുധനും ആ ഫോൺ ഇരിക്കുന്ന ലൊക്കേഷനിലെത്തി. ഫോൺ ഇരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോഴാണ് ഒരു ട്വിസ്റ്റ്. എന്താണെന്നല്ലേ, അവർ ചെന്നെത്തിയത് ഷബീറിന്റെ റൂമിലായിരുന്നു. ഷബീറിനെ കണ്ട ബിൻഡോ ഷബീറിനോട് ഓഫീസിലേക്കാണെന്ന് പറഞ്ഞ് റൂമിലേക്കാണോ വന്നത്. അതിന് ഷബീർ 2 ദിവസമായി തുടങ്ങിയിട്ടില്ല, നല്ല തലവേദനയുമുണ്ട്,
അതിനാൽ വർക്ക് ഫ്രം ഹോം ആക്കി. പിന്നെ അരമണിക്കൂർ കിടന്നിട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അതുപോട്ടെ, നീ എന്താ ഇവിടെ? ആ സമയം ഹരിഹരസുധൻ ഷിൻഡോയുടെ ഫോൺ റിങ് ചെയ്യിക്കുന്നു. നോക്കുമ്പോൾ ആ ഫോൺ ഷബീറിന്റെ റൂമിൽ തന്നെ ഉണ്ടായിരുന്നു. അത് കണ്ട് കട്ടക്കലിപ്പായ നമ്മുടെ ബിൻഡോ ഷബീറിന്റെ കഴുത്തിന് പിടിച്ച് എന്താടാ നീ എന്റെ ചേട്ടനെ ചെയ്തതെന്ന് ചോദിക്കുന്നു. അങ്ങനെ ബിൻഡോയും ഷബീറും തമ്മിൽ പിടിവലി തുടങ്ങി. അങ്ങനെയൊക്കെയാണെങ്കിലും നമ്മുടെ ഹരിഹരസുധൻ അവരുടെ ഇടയിൽ കയറാനൊന്നും നിന്നില്ല. അവർ തമ്മിൽ പിടിവലി നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ബിൻഡോയും ഷമീറും നേരത്തെ കാണാൻ പോയ ഐഷു വന്നത്. അതും കൂടി കണ്ടപ്പോൾ ബിൻഡോയുടെ സകല നിയന്ത്രണവും പോയി. ബിൻഡോ ഷമീറിനോട് എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ രണ്ടും തമ്മിലുള്ള ഡിങ്കോൾഫിയ എന്റെ ചേട്ടൻ കയ്യോടെ പിടികൂടി. അതിനാൽ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് എന്റെ ചേട്ടനെ കൊന്നു കുഴിച്ചു മൂടി. എവിടെയാണ് എന്റെ ചേട്ടനെ കൊന്നു കുഴിച്ചു മൂടിയിട്ടിരിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ സീൻ കട്ടായി വീണ്ടും ഷിൻഡോയും ഷബീറും വെള്ളം അടിച്ചുകൊണ്ടിരുന്ന ആ സീൻ കാണിക്കുന്നു. അവർ ശരിക്കും വെള്ളം അടിച്ചുകൊണ്ടിരുന്നത് ഷിൻഡോയുടെ അപ്പാർട്ട്മെന്റിലായിരുന്നില്ല, മറിച്ച് ഇവരിപ്പോൾ നിൽക്കുന്ന ഷബീറിന്റെ റൂമിൽ വെച്ചായിരുന്നു. ഷിൻഡോ ഷബീറിനോട് പറഞ്ഞു, അവൾ എന്നെ ശരിക്കും ചതിച്ചടാ. ഇന്നാണ് ഞാൻ അവളുടെ റിയൽ ഫേസ് കാണുന്നത്. ഈ ഷിൻഡോയെ ചതിച്ചിട്ട് അവൾ അങ്ങനെ സമാധാനത്തോടു കൂടി ജീവിക്കേണ്ട. അതിന് ഷമീർ ഷിൻഡോയോട്, അപ്പോൾ നീ എന്നെ ചതിച്ചതോ? നീ എന്റെ കയ്യിൽ നിന്നും കാശ് മേടിച്ചിട്ട് 8 മാസമായി. നിനക്കറിയാവോ, ഞാനിപ്പോഴും എന്റെ എഡ്യൂക്കേഷൻ ലോൺ അടച്ചു തീർത്തിട്ടില്ല. എന്റെ ഉമ്മ ഇപ്പോഴും തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഷിൻഡോ, അവന്റെ അമ്മയുടെ ഒരു തൊഴിലുറപ്പ് നിന്റെ കയ്യിൽ നിന്ന് ഞാനാകെ 1.5 ലക്ഷം രൂപയല്ലേ വാങ്ങിയുള്ളൂ, അത് ഞാനങ്ങ് തിരിച്ചു തന്നേക്കാം. എന്നാൽ അത് കേട്ട് കലിപ്പായ ഷമീർ 1.5 ലക്ഷം എന്നത് എനിക്കൊരു വലിയ തുക തന്നെയാണ് എന്നും പറഞ്ഞ് ഷിൻഡോയെ തന്റെ റൂമിൽ നിന്നും ഇറക്കി വിടുന്നു. ആ സമയം ഷിൻഡോയുടെ ഫോൺ ഷമീറിന്റെ റൂമിൽ തന്നെ വീഴുകയും ചെയ്തു. അങ്ങനെയാണ് ഷിൻഡോ അവിടെ നിന്നും പോകുന്നത്. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ബിൻഡോ, നീ പറയുന്നതെല്ലാം എന്തിനു വിശ്വസിക്കണം? നീ രാവിലെ മുതലേ എന്റെ കൂടെ നടന്ന് എന്നെ പറ്റിക്കുകയല്ലായിരുന്നോടാ. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഹരിഹരസുധൻ ബിൻഡോയോട്, ബിൻഡോ, പുള്ളി പറയുന്നതെല്ലാം സത്യമാണ്. പുള്ളിയുടെ ബോഡി ലാംഗ്വേജ് കണ്ടാലറിയാം. ആ സമയം ഐഷു അവരോട് പറഞ്ഞു, ഞാനും ഷിൻഡോയും തമ്മിൽ ബ്രേക്കപ്പ് ആയിട്ട് 4 മാസത്തിന് മുകളിലായി. അതും പോരാഞ്ഞ് ഞാൻ അവനെ കണ്ടിട്ട് തന്നെ മാസങ്ങളായി. അതിനാൽ നിങ്ങൾ അന്വേഷിക്കുന്ന ഐഷു വേറെ ആരെങ്കിലും ആയിരിക്കും. എന്തായാലും അത് ഞാനല്ല. ഇത് പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. ഇതോടെ ഇവിടെ നിർത്തിക്കോ എന്നും പറഞ്ഞ് ഐഷു അവിടെ നിന്നും പോവുകയാണ്. ഐഷു പോയി കഴിഞ്ഞപ്പോൾ ഹരിഹരസുധൻ ഷിൻഡോയുടെ ഫോൺ ലാപ്ടോപ്പിൽ കുത്തി ഫോണിലെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യുന്നു. എന്നിട്ട് ബിൻഡോയോട്, നമുക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്, ആരാണി കൊറിയർ ബാബു എന്ന് ചോദിക്കുന്നു. എന്നാൽ കൊറിയർ ബാബുവിനെ ബിൻഡോയ്ക്കോ ഷബീറിനോ അറിയില്ലായിരുന്നു. ഹരിഹരസുധൻ പറഞ്ഞു, ഷിൻഡോ മിസ്സിംഗ് ആയ ദിവസം ഈ കൊറിയർ ബാബുവിൽ നിന്നും 23 മിസ് കോൾ വന്നിട്ടുണ്ട്. അതത്ര നോർമൽ അല്ല. എന്റെ ഊഹം ശരിയാണെങ്കിൽ ഷിൻഡോയെ കാണാതായിരിക്കുന്നതും കൊറിയർ ബാബുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകും. ആ സമയം അവരുടെ റൂമിന്റെ കതകം തുറന്നുകൊണ്ട് ഐഷു അകത്തേക്ക് വന്നിട്ട്, ആ കൊറിയർ ബാബുവിനെ എനിക്കറിയാം, വരുന്നെങ്കിൽ എന്റെ കൂടെ വാ. ഇനി ആ ഷിൻഡോയെ കണ്ടുപിടിച്ചിട്ടേ ബാക്കി കാര്യമുള്ളൂ. എനിക്ക് ആ നാറിയോട് 2 വർത്തമാനം പറയണം. അങ്ങനെ ഐഷുവിന്റെ കൂടെ ഐഷുവിന്റെ കാറിൽ ഷബീറും ബിൻഡോയും ഹരിഹരസുധനും കൊറിയർ ബാബുവിന്റെ അടുത്തേക്ക് പോകുന്നു. നമ്മുടെ ഐഷു ഒരു ഡോക്ടർ മാത്രമല്ല, ഒരു റൈസർ കൂടിയാണെന്ന് തോന്നുന്നു. അമ്മാതിരി പോക്കാണ് ആ കാറുമായി പോകുന്നത്. അങ്ങനെ പോകുന്ന വഴി ഷബീർ ഐഷുവിനോട്, ആരാണ് ഈ കൊറിയർ ബാബു എന്ന് ചോദിക്കുന്നു. അതിന് ഐഷു, എനിക്കും ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയില്ല. ഈ ഷിൻഡോയുമായി കൊറിയർ ബാബുവിന് ചില ഫിനാൻഷ്യൽ ഇടപാടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഷിൻഡോയെ 2-3 തവണ അയാളുടെ ഗോഡൌണിൽ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് പരിചയം എന്ന് പറയുന്നു. അങ്ങനെ അവർ കൊറിയർ ബാബുവിന്റെ അടുത്തെത്തി. ഐഷു കൊറിയർ ബാബുവിനോട്, ബാബു ചേട്ടാ, ഞങ്ങൾ ഷിൻഡോയെ അന്വേഷിച്ചു വന്നതാണെന്ന് പറയുന്നു. അതിന് കൊറിയർ ബാബു, നിങ്ങൾ ഇനി അവനെ അന്വേഷിക്കേണ്ട, അവൻ ചത്തു, ഞാനാണ് അവനെ കൊന്നത്. അത് കേട്ട് നമ്മുടെ ബിൻഡോയുടെ ഞരമ്പുകളിലെല്ലാം രക്തം പടർന്നു കയറാൻ തുടങ്ങി. കലിപ്പായ ബിൻഡോ കൊറിയർ ബാബുവിനെ ഇടിക്കാനായി കൊറിയർ ബാബുവിന്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നാൽ ബിൻഡോയുടെ ഡബിൾ ഇരട്ടി ഉണ്ടായിരുന്ന കൊറിയർ ബാബു ഒറ്റയിടിക്ക് ബിൻഡോ നിന്നിരുന്ന സ്ഥലത്തിന്റെ അപ്പുറത്ത് പറപ്പിച്ചു. ഇടികൊണ്ട് പറന്നുപോയ ബിൻഡോ വീണ്ടും അടുത്ത ഇടി കൊള്ളുന്നതിനായി കൊറിയർ ബാബുവിന്റെ അടുത്തേക്ക് ഓടി വരുമ്പോഴാണ് കൊറിയർ ബാബു തന്റെ കയ്യിലിരുന്ന തോക്കെടുത്ത് അവരുടെ നേരെ ചൂണ്ടിയത്. അതുകൊണ്ട് പേടിച്ചു നിന്ന് അവരോട് കൊറിയർ ബാബു പറഞ്ഞു, ഷിൻഡോ ഇതുവരെ മരിച്ചിട്ടില്ല, പക്ഷേ ഞാൻ അവനെ കൊല്ലും. 24 മണിക്കൂറിനുള്ളിൽ എനിക്കൊരു 15 ലക്ഷം രൂപ കിട്ടിയില്ലെങ്കിൽ അവന്റെ ശവം വല്ല കായലിലോ കടലിലോ നോക്കിയാൽ മതി എന്നും പറഞ്ഞ് അവരെയെല്ലാം അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. അങ്ങനെ അവർ തിരികെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബിൻഡോ അവരോട്, അടുത്ത 24 മണിക്കൂറിനുള്ളിൽ ഞാൻ എങ്ങനെ 15 ലക്ഷം രൂപ ഉണ്ടാക്കും എന്ന് ചോദിക്കുന്നു. അതിന് ഹരിഹരസുധൻ, എടാ അത് നിന്റെ ചേട്ടനല്ലേ, നീ പോയി നിന്റെ വീട്ടിൽ ചോദിക്കടാ. അതിന് ബിൻഡോ, ഏയ് അത് ശരിയാകില്ല, ഞാൻ ഇതുവരെ ഇത് വീട്ടിൽ പറഞ്ഞിട്ടില്ല. മാത്രവുമല്ല ഇത് വീട്ടിൽ പറയാനും പറ്റില്ല. അച്ഛൻ ഒരു അറ്റാക്ക് കഴിഞ്ഞിരിക്കുകയാണ്. എന്റെ കയ്യിലാണെങ്കിൽ ആകെ ഒരു 15,000 രൂപ മാത്രമേ ഉള്ളൂ. അത് കേട്ടുകൊണ്ടിരുന്ന ഷബീർ, എന്റെ കയ്യിൽ ഒരു 50,000 രൂപ ഉണ്ടാകും, കടം മേടിച്ച് വേണമെങ്കിൽ 1 ലക്ഷം രൂപയാക്കാം. അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ഐഷു, എന്റെ കയ്യിൽ കാശുണ്ട്, പക്ഷേ ആ നാറിക്ക്
വേണ്ടി ഞാൻ ഒറ്റ രൂപ ചെലവാക്കില്ല. അതിന് ബിൻഡോ അങ്ങനെ പറയില്ലേ ചേച്ചി, ഒന്നുമില്ലെങ്കിലും ചേച്ചിയുടെ എക്സ് അല്ലേ അവൻ. അതിനൈഷു നിങ്ങളൊക്കെ എന്ത് മണ്ടന്മാരാണ്. ഓൾറെഡി കൊറിയർ ബാബുവിന്റെ അടുത്ത് ഷിൻഡോ ഉണ്ടെന്ന് ഉറപ്പായില്ലേ. ഈ കാര്യം പോലീസിൽ പറഞ്ഞാ പോരെ, ബാക്കി അവര് നോക്കിക്കോളും. ഷിൻഡോയെയും കിട്ടും, പൈസയും പോകില്ല. അത് കേട്ട് ഷബീർ ബിൻഡോയോട് ബിൻഡോ ഇനി വേറെ വഴിയില്ല എന്ന് പറയുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ ബിൻഡോ SI ടോണിയുടെ വീട്ടിൽ വന്നതായി കാണിക്കുന്നു. ബിൻഡോ ഒറ്റയ്ക്കാണ് SI ടോണിയുടെ അടുത്തേക്ക് വന്നത്. ടോണിയുടെ വീട്ടിലാണെങ്കിൽ ടോണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. SI രാവിലെ ബിൻഡോയോട് നിന്റെ ചേട്ടനെ കണ്ടുപിടിക്കാൻ രണ്ടു വഴിയുണ്ട്, ഒന്നുകിൽ നീ തന്നെ കണ്ടുപിടിക്കുക, രണ്ടാമത്തേത് എന്താണെന്ന് പറഞ്ഞില്ലായിരുന്നല്ലോ. അതായത് ആ രണ്ടാമത്തെ കാര്യം ചെയ്യുന്നതിനാണ് ബിൻഡോ ഇപ്പോൾ SI ടോണിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. SI ടോണി ബിൻഡോയുടെ കഴുത്തിൽ ഒരു ബെൽറ്റ് എല്ലാം പൂട്ടിയിട്ട് ഒരു പട്ടിയെ പോലെ ബിൻഡോയെ ആ വീട്ടിലൂടെ മുഴുവൻ നടത്തിക്കുന്നു. വെറുതെ അങ്ങ് നടത്തുകയല്ല, പട്ടിയെ പോലെ കുരച്ചുകൊണ്ട് പട്ടി ഫുഡ് കഴിക്കുന്നത് പോലെ നിലത്തു നിന്നും ഫുഡെല്ലാം കഴിച്ചുകൊണ്ട് ആ വീട് മുഴുവൻ നടത്തിക്കുന്നു. അതെല്ലാം ടോണി തന്റെ ഫോണിൽ റെക്കോർഡും ചെയ്യുന്നുണ്ടായിരുന്നു. അതായത് ബിൻഡോ SI ടോണിയുടെ വീഡിയോ ഇൻസ്റ്റയിലിട്ട് വൈറലാക്കി ടോണിയെ നാണം കെടുത്തിയതിന് പകരമായി ബിൻഡോയുടെ വീഡിയോ എടുക്കുകയായിരുന്നു ടോണി ഇപ്പോൾ. ബിൻഡോയ്ക്കാണെങ്കിൽ ആ സമയം SI ടോണിയെ കൊല്ലുന്നതിനുള്ള ദേഷ്യമുണ്ടായിരുന്നു. എങ്കിലും വേറെ വഴിയില്ലാതെ SI പറഞ്ഞതുപോലെയെല്ലാം ബിൻഡോ ചെയ്യുന്നു. ടോണി ബിൻഡോയോട് പറഞ്ഞു, എന്നെ കടിച്ച പട്ടിയെ എന്റെ മോൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ കൊറിയർ ബാബുവിനെ കാണിക്കുന്നു. അവരെല്ലാവരും തിരികെ കൊറിയർ ബാബുവിന്റെ അടുത്ത് വന്നിരുന്നു. കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു, അതായത് SI ടോണിയും. SI ടോണി കൊറിയർ ബാബുവിനോട് പറഞ്ഞു, മോനെ കൊറിയർ ബാബു, അന്ന് എന്താണ് നടന്നതെന്ന് പറ മോനെ. അപ്പോൾ സീൻ കട്ടായി ഷിൻഡോയും ഷബീറും തമ്മിൽ വെള്ളം അടിച്ചുകൊണ്ടിരുന്നപ്പോൾ അവർ തമ്മിൽ വഴക്കായി ഷിൻഡോ അവിടെ നിന്നും ഇറങ്ങിപ്പോയ ആ സീൻ കാണിക്കുന്നു. അപ്പോഴാണ് കൊറിയർ ബാബുവും കൂട്ടുകാരും ആ വഴി വരുന്നത്. അതേസമയം ഷബീറിന്റെ അടുത്ത് നിന്നും വഴക്കുണ്ടാക്കി ഇറങ്ങിപ്പോയ ഷിൻഡോയെ അവർ കാണുന്നു. അങ്ങനെ അവർ ഷിൻഡോയെയും അവരുടെ വണ്ടിയിൽ കയറ്റുന്നു. കൊറിയർ ബാബു ഷിൻഡോയോട്, ഷിൻഡോ എനിക്ക് നിന്നെ വലിയ വിശ്വാസമായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണെന്നും പറഞ്ഞ് നീ എന്റെ കയ്യിൽ നിന്നും ഒരു 1.5 ലക്ഷം രൂപ വാങ്ങിച്ചു. 4 മാസം കഴിഞ്ഞപ്പോൾ അത് നീ 2 ലക്ഷം രൂപയായി തിരിച്ചു തന്നു. അത് കഴിഞ്ഞ് നീ വന്ന് ക്രിപ്റ്റോയിൽ കാശ് മുടക്കിയാൽ ഒടുക്കത്തെ ലാഭമാണെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്നും ഒരു 15 ലക്ഷം രൂപ വാങ്ങിച്ചു. എന്നാൽ അത് കഴിഞ്ഞൊരു 4 മാസമായിട്ടും നിന്നെക്കുറിച്ചോ പൈസയെക്കുറിച്ചോ യാതൊരു വിവരവുമില്ല. അതിനാൽ എന്റെ കാശ് എനിക്ക് ഇപ്പോൾ വേണം. അതിന് ഷിൻഡോ, ഇപ്പോഴോ? അതിന് കാശൊന്നും എന്റെ കയ്യിലില്ല. അത് കേട്ട് കലിപ്പായ കൊറിയർ ബാബു തന്റെ തോക്കെടുത്ത് ഷിൻഡോയുടെ നെറ്റിയിൽ വെച്ചിട്ട്, കാശില്ലേ, കൊന്നുകളയുടെ പന്നി നിന്നെ ഞാൻ എന്നും പറഞ്ഞ് ഷിൻഡോയെ പേടിപ്പിക്കുന്നു. എന്നാൽ ചാകാൻ വേണ്ടി ഇറങ്ങിയിരുന്ന ഷിൻഡോ, കൊല്ലു ചേട്ടാ കൊല്ല്, ഞാൻ എന്തായാലും ചാകാൻ വേണ്ടി ഇറങ്ങിയതാണ്, വെടിയേറ്റ് മരിച്ചാൽ ഒരു അന്തസ്സുണ്ട്, വെക്ക് ചേട്ടാ വെടി എന്നും പറഞ്ഞ് കൊറിയർ ബാബുവിനെ ടോർച്ചർ ചെയ്യുന്നു. അങ്ങനെ സീൻ കട്ടായി വീണ്ടും കൊറിയർ ബാബുവിനെ SI ടോണി ചോദ്യം ചെയ്തുകൊണ്ടിരുന്ന സീൻ കാണിക്കുന്നു. കൊറിയർ ബാബു അവരോട് പറഞ്ഞു, ചാകണമെന്ന് പറഞ്ഞു നടക്കുന്നവരെ ഞാൻ എന്ത് പറഞ്ഞു പേടിപ്പിക്കാനാണ്. അതിനാൽ ഞാൻ അവനെ ആ കണ്ടെയ്നർ റോഡിന്റെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടു. എന്നിട്ട് ഞാൻ എന്റെ വഴിക്ക് പോയി. അതിന് SI ടോണി, ബാബു നീ വിളച്ചിലെടുക്കരുത്, അവൻ നിന്റെ കയ്യിലില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് ഇവരോട് 15 ലക്ഷം രൂപ ചോദിച്ചത്. അതിന് കൊറിയർ ബാബു, അത് പിന്നെ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ എന്നും പറഞ്ഞ് എറിഞ്ഞു നോക്കിയതാണ്, പക്ഷേ ഒത്തില്ല. അതിന് SI ടോണി, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കുന്നുണ്ട്, നീ എന്നെ ഒരു വരവ് കൂടി വരുത്തരുത് എന്നും പറഞ്ഞ് കൊറിയർ ബാബുവിന്റെ തോക്കുമെടുത്ത് ബിൻഡോയെയും കൂട്ടുകാരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. SI ടോണി അവരോട് പറഞ്ഞു, പേടിക്കേണ്ട, അവർ ഷിൻഡോയെ കണ്ടെയ്നർ റോഡിന്റെ ജംഗ്ഷനിൽ ഇറക്കി വിട്ടെന്നല്ലേ പറഞ്ഞത്, നമുക്ക് അവിടെയുള്ള CCTV ഒന്ന് ചെക്ക് ചെയ്യാം, എന്നിട്ട് നമുക്ക് ടോണിയെ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കാം എന്ന് പറഞ്ഞു. എന്നാൽ അതെല്ലാം കേട്ടിട്ടും ബിൻഡോയ്ക്ക് അത്ര സന്തോഷമില്ലായിരുന്നു. ബിൻഡോ അവരോട് പറഞ്ഞു, അമ്മയാണെങ്കിൽ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാൻ അമ്മയോട് നുണ പറഞ്ഞു മടുത്തു, ഇനി അവനെ എവിടെ പോയി കണ്ടുപിടിക്കാനാണ്. അതിന് ഷബീർ, എടാ ബിൻഡോ നീ ടെൻഷൻ അടിക്കാതെ, CCTV ചെക്ക് ചെയ്യാമെന്നല്ലേ SI സാർ പറഞ്ഞത്, നമുക്കതിൽ നിന്നും എന്തെങ്കിലും കിട്ടാതിരിക്കില്ല. അതിന് ബിൻഡോ, ഷബീറിന് അറിയാമോ, എനിക്ക് 5 വയസ്സുള്ളപ്പോൾ എന്റെ അച്ഛൻ ഗൾഫിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് പോയതാണ്. അപ്പോൾ മുതൽ ഷിൻഡോയാണ് എന്റെ എല്ലാ കാര്യങ്ങളും നോക്കിയത്. ഇപ്പോൾ അവനൊരാവശ്യം വന്നപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. എനിക്ക് കരയണമെന്നുണ്ട്, പക്ഷേ കരയാൻ അറിയുന്നില്ല. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടത്? അതെല്ലാം കേട്ടുകൊണ്ടിരുന്ന അവർ ഒരു തരത്തിൽ ബിൻഡോയെ സമാധാനിപ്പിച്ച് അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ സീൻ കട്ടായി അടുത്ത സീനിൽ SI ടോണിയും അവരെല്ലാവരും ചേർന്ന് ആ CCTV ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നതായി കാണിക്കുന്നു. വിഷ്വലി ചെക്ക് ചെയ്ത SI ടോണി അവരോട് പറഞ്ഞു, കൊറിയർ ബാബു ഷിൻഡോനെ അവിടെ ഇറക്കി വിട്ടെന്ന് പറഞ്ഞത് നേരാണ്. എന്നാൽ ഈ CCTVയിൽ നിന്നും മാറി 1 കിലോമീറ്റർ അപ്പുറത്ത് മറ്റൊരു CCTV ഉണ്ട്. അതിലേതായാലും ഷിൻഡോ പാസ് ചെയ്തിട്ടില്ല. ഇതിൽ നിന്നും 2 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്ന്, അതിലെ വന്ന ഏതെങ്കിലും ഒരു വണ്ടിയിൽ ഷിൻഡോ കയറി പോയിട്ടുണ്ടാകണം. രണ്ടാമത്തേത് എന്തെന്ന് വെച്ചാൽ അങ്ങോട്ട് പോകുന്ന വഴി മുഴുവൻ കായലാണ്, അതിലൊന്ന് നോക്കേണ്ടി വരും. എന്തായാലും അവരെല്ലാവരും അവരുടെ ആത്മവിശ്വാസം കളയാതെ ആ CCTV വെച്ച് ആ സമയം അതുവഴി പാസ് ചെയ്ത എല്ലാ വാഹനങ്ങളുടെ ഓണേഴ്സിനെ ഫോൺ ചെയ്ത് ഷിൻഡോയെ കുറിച്ച് അന്വേഷിക്കുന്നു. അങ്ങനെ അവർക്കൊരു ലോറി ഡ്രൈവറിൽ നിന്നും ഷിൻഡോ കൂർഗിലേക്ക് പോകാനുള്ള വഴി ചോദിച്ചെന്നും അതിനാൽ ആ ലോറി ഡ്രൈവർ ഷിൻഡോയെ തലശ്ശേരിയിലുള്ള ബസ് സ്റ്റാൻഡിൽ ഇറക്കി വിട്ടെന്നുമെല്ലാം മനസ്സിലാകുന്നു. അതറിഞ്ഞ SI ടോണി ബിൻഡോയോട്, നീ എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കുന്നു. അതിന് ബിൻഡോ, ഞാൻ കൂർഗിൽ നിന്നാണ്
നിന്നാണ് വന്നതെന്ന് പറഞ്ഞു. അതിന് SI നീ വന്നത് കൂർഗിൽ നിന്ന്, നിന്റെ ചേട്ടൻ പോയതും കൂർഗിലേക്ക്. അത് കേട്ട ഷബീർ SIയോട് സാർ ഇനി എന്താണ് ചെയ്യുക? അതിന് SI വേണമെങ്കിൽ ഇവിടെ രജിസ്റ്റർ ചെയ്ത കേസ് കർണാടക പോലീസിന് ട്രാൻസ്ഫർ ചെയ്യാം, പക്ഷേ അവരന്വേഷിച്ചു പിടിച്ചു വരുമ്പോഴേക്കും സമയം ഒരുപാടാകും. ഇല്ലെങ്കിൽ പിന്നെ ഒരു എളുപ്പവഴി എന്തെന്നാൽ ബിൻഡോ നേരെ കൂർഗിലേക്ക് വിട്ടു. അവിടെ എന്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവിടെയുള്ള പോലീസിലൊക്കെ അത്യാവശ്യം നല്ല പിടിപാടുള്ള ആളാണ്, ഞാൻ എല്ലാ കാര്യങ്ങളും അവനോട് വിളിച്ചു പറയാം. അതെല്ലാം കേട്ട് വിഷമിച്ചിരുന്ന ബിൻഡോയെ കണ്ട ഐഷു SIയോട് പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനും കൂടെ പോകാൻ സാറേ. അത് കേൾക്കാൻ കാത്തിരിക്കുകയായിരുന്നു തോന്നുന്നു ഷബീറും പറഞ്ഞു എങ്കിൽ പിന്നെ ഞാനും പോകാൻ സാറേ. അതെല്ലാം കേട്ട SI ടോണി അവരോട് അത് പോട്ടെ, നിങ്ങൾ എങ്ങനെ അവിടേക്ക് പോകും? അതിന് ഐഷു എന്റെ കയ്യിൽ കാറുണ്ട് സാർ, ഞങ്ങൾ അതിൽ പോയിക്കോളാം എന്ന് പറയുന്നു. ഐഷുവിന്റെ ഡ്രൈവിംഗിനെ കുറിച്ച് അറിയാമായിരുന്ന അവർ അയ്യോ അത് വേണ്ട സാർ, ഞങ്ങൾ ബസ്സിന് പോയിക്കോളാം എന്ന് പറഞ്ഞു. അതിന് SI എടാ അവിടെ പോയാൽ ഒത്തിരി സ്ഥലങ്ങളിൽ കറങ്ങേണ്ടി വരും, ബസ്സിന് പോയാൽ ശരിയാകില്ല, ഒരു വഴിയുണ്ട്, ഞാൻ ഒരു വണ്ടി ഏർപ്പാടാക്കി തരാം എന്ന് പറഞ്ഞു. അങ്ങനെ SI ടോണി അവരെയും കൂട്ടി നേരെ ചെന്നത് കൊറിയർ ബാബുവിന്റെ അടുത്തേക്കായിരുന്നു. എന്നാൽ കൊറിയർ ബാബു അമ്പനും വില്ലിനും അടുക്കുന്നുണ്ടായിരുന്നില്ല. ബാബു പറഞ്ഞു ആ വൃത്തികെട്ടവനെ തപ്പിപ്പോയി കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരാൻ എനിക്ക് എന്താണ് പ്രാന്തോ? അതിന് SI ബാബു അവനെ അവസാനമായി കണ്ടത് നീയാണ്, അത് കഴിഞ്ഞിട്ടാണ് അവൻ മിസ്സായത്, അപ്പോൾ ഈ കേസിലെ പ്രൈം സസ്പെക്ട് ആരായിരിക്കും? നീ തന്നെ. അതിന് കൊറിയർ ബാബു മൈൻഡ് ഗെയിം എന്തായാലും കലക്കി സാറേ, പക്ഷേ അത് ഇവിടെയേക്കില്ല. അതിന് SI ബാബു അവനെ കൊണ്ടുവരേണ്ടത് ഈ കൂട്ടത്തിൽ മറ്റെല്ലാവരെക്കാൾ റെസ്പോൺസ് നിനക്കാണ്, അതല്ലെങ്കിൽ നീ ഈ ഇടയ്ക്ക് ഒരു ക്യാമ്പിന് പോയായിരുന്നല്ലോ, ഒരു NIA കേസ്, കുറച്ച് പഴയൊരു കേസ്, അതിതുവരെ തീർന്നിട്ടില്ലല്ലോ, നമുക്കതൊന്ന് കുത്തിപ്പൊക്കേണ്ടി വരും, അതിൽ നമ്മുടെ കൊറിയർ ബാബു വീണു. അങ്ങനെ ബിൻഡോയും ഷബീറും ഐഷുവും ഹരിഹരസുധനും കൊറിയർ ബാബുവിന്റെ കാറിൽ കൂർഗിലേക്ക് പുറപ്പെട്ടു. ഹരിഹരസുധൻ ബിൻഡോയോട് ബിൻഡോ എന്താണ് നമ്മുടെ പ്ലാൻ എന്ന് ചോദിക്കുന്നു. അതിന് ബിൻഡോ ഷിൻഡോയ്ക്ക് കൂർഗിൽ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, ഷിൻഡോ MBA പഠിച്ചത് ബാംഗ്ലൂരിലുള്ള ക്രിസ്തുഗിരി കോളേജിലാണ്. അതിന് ഹരിഹരസുധൻ ഏത് ബാച്ച് ആണെന്ന് ചോദിക്കുന്നു. അതിന് ബിൻഡോ 2011-13 എന്ന് പറയുന്നു. അങ്ങനെ ഹരിഹരസുധൻ തന്റെ ലാപ്ടോപ്പിൽ ഞോണ്ടി 2011 കാലഘട്ടത്തിലെ ക്രിസ്തുഗിരി കോളേജിന്റെ ഡീറ്റെയിൽസ് എല്ലാം തപ്പിയെടുക്കുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു കൂർഗിൽ നിന്നും ഷിൻഡോയുടെ കൂടെ ഒറ്റ ഒരാളെ പഠിച്ചിട്ടുള്ളൂ, അതാണ് ഐശ്വര്യ ബൊപ്പന്ന, അതായത് ഈ ഇടയ്ക്ക് ഷിൻഡോയെ തേച്ച ഐഷു, അല്ലാതെ നമ്മുടെ കൂടെയുള്ള ഈ ഐഷു അല്ല ഷിൻഡോയെ ഇപ്പോൾ തേച്ചത്. മാത്രവുമല്ല ഈ 2-ാം തീയതി ഐശ്വര്യ ബൊപ്പന്നയുടെ വിവാഹമായിരുന്നു, ഒന്നുകിൽ ഐഷുവിന്റെ കല്യാണവും മുടക്കി അവളെയും കൊണ്ട് അവിടെ നിന്ന് മുങ്ങാൻ, അതല്ലെങ്കിൽ അവളോട് റിവെഞ്ച് ചെയ്യാൻ, അങ്ങനെ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടി ഷിൻഡോ അവിടെ നിന്ന് കറങ്ങുന്നുണ്ടാകും. അതിന് ബിൻഡോ ബ്രോ ചേട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും പറയല്ലേ, ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അതിന് കൊറിയർ ബാബു ഷിൻഡോ അല്ലേ, അവൻ ആ പെൺകൊച്ചിനെ പറ്റിച്ച് കാശടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിന് ഹരിഹരസുധൻ എന്റെ പൊന്നു മക്കളെ, നമ്മൾ തമ്മിൽ അടിയുണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ആ ഐശ്വര്യ ബൊപ്പനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന് നോക്കണം. അങ്ങനെ അവർ ഐശ്വര്യ ബൊപ്പന്നയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയ അവർ ഐഷുവിനെ ഐശ്വര്യ ബൊപ്പന്നയുടെ അടുത്തേക്ക് പറഞ്ഞു വിടുന്നു. ഐശ്വര്യ ബൊപ്പന്നയുടെ അടുത്തെത്തി ഐഷു ഷിൻഡോയെ കുറിച്ച് ചോദിക്കുന്നു. ഐശ്വര്യ ബൊപ്പന്ന ഷിൻഡോയെ കുറിച്ചുള്ള കാര്യങ്ങൾ ഐഷുവിനോട് പറഞ്ഞു. ഞാനും ഷിൻഡോയും കൂടി ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിച്ചപ്പോൾ ചെറിയൊരു ബിസിനസ് തുടങ്ങി, അത് പൊളിഞ്ഞപ്പോൾ ഷിൻഡോ നാട്ടിലേക്ക് പോയി, വീട്ടുകാരുടെ മുന്നിൽ ഇമേജ് പോയപ്പോൾ എനിക്ക് ന്യൂയോർക്കിലേക്കും പോകേണ്ടി വന്നു. ഇടയ്ക്ക് വെച്ച് ഷിൻഡോ വീണ്ടും കോണ്ടാക്റ്റിൽ വന്നു. എന്റെ കല്യാണം ഉറപ്പിച്ചത് മുതൽ എന്നെ ഇഷ്ടമാണ്, കല്യാണം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ് ബഹളം തുടങ്ങി. എന്റെ ബാച്ചിലർ പാർട്ടി നടന്നുകൊണ്ടിരുന്ന സമയം ഷിൻഡോ വന്ന് എന്റെ കല്യാണം മുടക്കുമെന്നും പറഞ്ഞ് അലമ്പുണ്ടാക്കി എന്റെ അനിയനുമായി അടിയായി. അന്ന് എന്റെ അനിയനും ഫ്രണ്ട്സും കൂടി പിടിച്ചുകൊണ്ടു പോയതാണ് ഷിൻഡോയെ. എന്റെ അനിയൻ ആശിഷ് കുറച്ച് പ്രശ്നക്കാരനാണ്, അവൻ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. റിസപ്ഷൻ കഴിയുന്നത് വരെ എല്ലാവരും ഇതിന്റെ തിരക്കിലായിരിക്കും, അത് കഴിഞ്ഞാൽ അവർ ഷിൻഡോയെ എന്ത് ചെയ്യുമെന്ന് പറയാൻ കഴിയില്ല. അതെല്ലാം കേട്ട കൊറിയർ ബാബു അവളുടെ അനിയൻ ആരാണെന്ന് പറ, ഒറ്റയടിക്ക് തീരും അവൻ എന്ന് പറയുന്നു. അപ്പോൾ സീൻ കട്ടായി ഐശ്വര്യ ബൊപ്പന്നയുടെ അനിയൻ ആശിഷ് ബൊപ്പന്നയെ കാണിക്കുന്നു. അതാരാണെന്നല്ലേ, സിനിമയുടെ തുടക്കത്തിൽ ബിൻഡോ ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ആ പാർട്ടിയിൽ ഒരുത്തൻ തോക്കും വെച്ച് ആകാശത്തേക്ക് വെടിവെച്ചിട്ട് ആ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ആരേക്കോ എന്തിനോ വേണ്ടി പിടിച്ചിടിച്ചില്ലേ, ആ പിടിച്ചിടിച്ച ആളാണ് ആശിഷ് ബൊപ്പന്ന. ആൾ അത്യാവശ്യം നല്ല സൈസ് ഉണ്ടായിരുന്നു, പോരാത്തതിന് ഒരു ജിമ്മനും കൂടിയായിരുന്നു. ആശിഷ് ബൊപ്പന്നയെ കണ്ട ബിൻഡോ ഉടൻ തന്നെ ആ ന്യൂ ഇയർ പാർട്ടിയിൽ വെച്ചെടുത്ത ആശിഷ് ബൊപ്പന്നയുടെ ഇടിയുടെ വീഡിയോ എടുത്ത് അവരെല്ലാവരെയും കാണിക്കുന്നു. അപ്പോഴാണ് ബിൻഡോ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്, അതായത് ആ ഇടിയുടെ വീഡിയോക്കകത്ത് ബിൻഡോയുടെ ചേട്ടൻ ഷിൻഡോയും ഉണ്ടായിരുന്നു. അത് കണ്ട ഹരിഹരസുധൻ സ്വന്തം ചേട്ടനെ ഇടിക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്തു വെച്ചിട്ട് ചേട്ടനെ അന്വേഷിച്ച് ലോകം മുഴുവൻ കറങ്ങി നടക്കുകയാണ് അനിയൻ, നല്ല ബെസ്റ്റ് അനിയൻ എന്ന് പറയുന്നു. ബിൻഡോയെയും കൂട്ടുകാരെയും കണ്ട ഐശ്വര്യ ബൊപ്പന്നയുടെ അച്ഛൻ അവർക്ക് താമസിക്കുന്നതിനുള്ള റൂമെല്ലാം തങ്ങളുടെ റിസോർട്ടിൽ തന്നെ സെറ്റ് ചെയ്യുന്നു. ഒപ്പം അവരെ അവിടേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി ആശിഷ് ബൊപ്പന്നെ ഏർപ്പാടാക്കുകയും ചെയ്തു. ആശിഷ് ബൊപ്പന്നയുടെ ശരീരവും ജിംബോഡിയും എല്ലാം കണ്ട് കൊറിയർ ബാബുവിന്റെ വരെ കിളി പോയിരിക്കുകയായിരുന്നു. എന്നാൽ ആശിഷ് ബൊപ്പന്നയ്ക്കാണെങ്കിൽ നമ്മുടെ ഐഷുവിനെ കണ്ടിട്ട് സകല കിളിയും പോയി. അതിനാൽ തന്നെ ആശിഷ് ഐഷുവിനെ വളയ്ക്കാനുള്ള പരിപാടിയും തുടങ്ങിയിരുന്നു. ആശിഷിനെ പുറത്തുനിന്ന് കാണാൻ ഒരു ജിമ്മനായിരുന്നെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ ഒരു ലോല ഹൃദയനാണെന്ന് തോന്നുന്നു. അങ്ങനെ ആശിഷും
ആശിഷും കൂട്ടുകാരും ബിൻഡോയെയും കൂട്ടുകാരെയും അവരുടെ റിസോർട്ടിലാക്കിയതിനു ശേഷം അവിടെ നിന്നും തിരികെ പോകുന്നു. എന്നാൽ ബിൻഡോയും കൂട്ടുകാരും അവരുടെ പണി അപ്പോൾ തന്നെ ആരംഭിച്ചിരുന്നു. അതായത് അവരെ കൊണ്ടാക്കി തിരിച്ചുപോയ ആശിഷ് ബൊപ്പന്നയുടെ വണ്ടി അവർ ഫോളോ ചെയ്യാൻ തുടങ്ങി. ആശിഷിനെ കുറെ നേരം ഫോളോ ചെയ്തെങ്കിലും അവർക്ക് അതിൽ നിന്ന് യാതൊരു തെളിവും ലഭിച്ചില്ല. അങ്ങനെ ആശിഷിന് തന്നെ ആരോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായി. അതിനാൽ തന്നെ ആശിഷ് അവരുടെ അടുത്ത് വന്നിട്ട് എന്നെ എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു. എന്നാൽ അവർ ആശിഷിനോട് ഞങ്ങൾ ഫോളോ ചെയ്യുന്നതെല്ലാം ബിവറേജ് തപ്പി ഇറങ്ങിയതാണെന്ന് പറഞ്ഞു. അതിന് ആശിഷ് കുപ്പി റൂമിൽ എത്തിച്ചേക്കാം, നിങ്ങൾ റൂമിലേക്ക് തന്നെ പൊക്കോളാൻ പറഞ്ഞ് അവരെ തിരികെ പറഞ്ഞയക്കുകയും ചെയ്തു. അങ്ങനെ തിരികെ റൂമിലെത്തി അവരെയും കാത്തൊരു സർപ്രൈസ് അവിടെ ഉണ്ടായിരുന്നു. എന്താണെന്നല്ലേ, വേറെ ഒന്നുമല്ല, സിനിമയുടെ തുടക്കത്തിൽ ബിൻഡോയുടെ കൂടെ ന്യൂ ഇയർ പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബിൻഡോയുടെ കൂട്ടുകാരൻ ബെൽജിനില്ലേ, ആ ബെൽജിനും ഇപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ട്. ബിൻഡോയും കൂട്ടുകാരും സ്റ്റേ ചെയ്തിരുന്ന വില്ലയുടെ തൊട്ടടുത്തുള്ള മറ്റൊരു വില്ലയിലാണ് ആശിഷ് തന്റെ കൂട്ടുകാർക്ക് ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ആ റിസോർട്ട് ആശിഷിന്റെ അച്ഛന്റെ തന്നെയായിരുന്നു. അവിടെ വെച്ച് ബിൻഡോ ആശിഷിന്റെ ഫോണിലുള്ള CCTV ആപ്ലിക്കേഷനിൽ ഷിൻഡോയെ കാണുന്നു. അത് കണ്ട ബിൻഡോ ഹരിഹരസുദന്റെ അടുത്ത് വന്ന്, ഹരി ബ്രോ, ആശിഷിന്റെ ഫോണിലെ CCTV ആപ്ലിക്കേഷനിൽ ഞാൻ ഷിൻഡോയെ പോലെയുള്ള ഒരാളെ കണ്ടു. ആശിഷിന്റെ ഫോൺ കിട്ടിയാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? അതിന് ഹരിഹരസുദൻ, ഒരു 20 സെക്കൻഡ് അവന്റെ ഫോൺ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ അവന്റെ ഫോൺ ക്ലോൺ ചെയ്തു തരാം. പിന്നെ ബൊപ്പന്നയുടെ ഫോൺ നമുക്ക് ഇവിടെ ഇരുന്ന് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അത് കേട്ട് ഷബീർ ആശിഷിന്റെ ഫോൺ എങ്ങനെ കൈക്കലാക്കും എന്ന് ചോദിക്കുന്നു. അതിന് ബിൻഡോ, ഞാൻ എങ്ങനെയെങ്കിലും ആ ആശിഷ് ബൊപ്പന്നെയും കൂട്ടുകാരെയും അവരുടെ റൂമിൽ നിന്നും പുറത്തിറക്കാം. ആ സമയം ഷബീർ ബ്രോ ഫോൺ എടുത്ത് ഹരിഹരസുദന്റെ കയ്യിൽ കൊടുക്കണം. അത് കേട്ട് മടിച്ചു നിന്ന ഷബീറിനോട് ഹരിഹരസുദൻ, പേടിക്കേണ്ട ബ്രോ, ഞാനും കൂടെ വരാം എന്ന് പറയുന്നു. അത് കേട്ട് ഷബീറിനും ഒരു ധൈര്യമായി. അങ്ങനെ ബിൻഡോയും ബെൽജിനും കൂടി ആശിഷിനെയും കൂട്ടുകാരെയും റൂമിന്റെ പുറത്തിറക്കാൻ എന്തു ചെയ്യുമെന്ന് ആലോചിച്ച് അതിലേക്ക് ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ അവസാനം ബിൻഡോ മരത്തിന്റെ അടിയിൽ കിടന്നിരുന്ന ആശിഷ് ബൊപ്പന്നയുടെ കാറിന് മുകളിലേക്ക് ആ മരത്തിന്റെ ഒരു ശിഖരം ഒടിച്ചിടുന്നു. വണ്ടിയുടെ മുകളിൽ മരം വീട് പറഞ്ഞു ആശിഷ് ബൊപ്പന്നയും കൂട്ടുകാരും തങ്ങളുടെ വില്ലയിൽ നിന്നും നേരെ വണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ആ സമയം ഷബീറും ഹരിഹരസുദനും ആശിഷ് ബൊപ്പന്നയുടെ റൂം മുഴുവൻ സെർച്ച് ചെയ്യുന്നു. എന്നാൽ കുത്തിയിട്ടിരുന്ന ഫോൺ മൂരിക്കൊണ്ടാണ് ആശിഷ് ബൊപ്പന്ന പോയത്. അതിനാൽ തന്നെ അവർക്ക് അവിടെ നിന്നും ആ ഫോൺ കിട്ടിയതുമില്ല. ഫോൺ കിട്ടിയില്ലെങ്കിലും ആശിഷ് ബൊപ്പന്നയുടെ റൂമിലിരുന്ന ഒരു പാക്കറ്റ് ബ്രൗണിയുമായിട്ടാണ് ഹരിഹരസുദൻ അവിടെ നിന്നും പോയത്. എന്നാൽ പുറത്ത് സംഭവമാകെ വഷളായിരുന്നു. തന്റെ വണ്ടിയുടെ മുകളിൽ മരം വീണതിനാൽ കലിപ്പായ ആശിഷ് ബൊപ്പന്ന അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റിയെ പിടിച്ച് അടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ആശിഷ് ബൊപ്പന്ന നല്ല ഫോമിൽ അടിച്ചു കയറി വരുമ്പോഴാണ് നമ്മുടെ ഐഷു അവിടേക്ക് വരുന്നത്. ബൊപ്പന്നയ്ക്കാണെങ്കിൽ ഐഷുവിന്റെ മേലൊരു കണ്ണുണ്ടെന്ന് നേരത്തെ പറഞ്ഞിരുന്നല്ലോ. അതിനാൽ തന്നെ ഐഷുവിനെ കണ്ടതും പുലി പോലെ ഇരുന്ന ബൊപ്പന്ന പൂച്ച പോലെയായി. അങ്ങനെ ആശിഷ് ബൊപ്പന്നയുടെ ഫോൺ കൈക്കലാക്കാനുള്ള പുതിയ പ്ലാനും തയ്യാറാക്കി അവരെല്ലാവരും ഐശ്വര്യ ബൊപ്പന്നയുടെ റിസപ്ഷന് പോകുന്നു. അതിനിടയ്ക്കാണെങ്കിൽ ആശിഷ് ബൊപ്പന്നയുടെ റൂമിൽ നിന്നും ഹരിഹരസുദൻ കൊണ്ടുവന്ന ബ്രൗണിയുടെ 2-3 പീസ് ഷബീർ കഴിക്കുകയും ചെയ്തു. ഒരു കേക്ക് കഴിച്ചതിനെ കുറിച്ച് എന്തിനാണ് ഇത്ര ഹൈലൈറ്റ് ആയിട്ട് പറയുന്നതെന്നല്ലേ, അത് വെറും ബ്രൗണി ആയിരുന്നില്ല, കഞ്ചാവ് ബ്രൗണി ആയിരുന്നു. അതിനാൽ തന്നെ അതിന്റേതായ ഇളക്കമെല്ലാം ഷബീറിനുണ്ടായിരുന്നു. അങ്ങനെ പുതിയ കോസ്റ്റ്യൂമും റെന്റിനെടുത്ത് നല്ല അടിപൊളി ലുക്കിൽ അവരെല്ലാവരും ആ റിസപ്ഷനിൽ വന്നിറങ്ങി. അങ്ങനെ ആ റിസപ്ഷനിൽ വെച്ച് അവരുടെ പ്ലാൻ പ്രകാരം തന്നെ അവർ ആശിഷ് ബൊപ്പന്നയുടെ ഫോൺ അടിച്ചു മാറ്റുന്നു. അങ്ങനെ ആശിഷ് ബൊപ്പന്നയുടെ ഫോണിലെ ഡീറ്റെയിൽസ് വെച്ച് ഷിൻഡോയുടെ ലൊക്കേഷൻ ഹരിഹരസുദൻ കണ്ടെത്തുകയും ചെയ്തു. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് ഷിൻഡോയുടെ അടുത്തേക്ക് പോകുന്നു. അവർ വന്ന് നോക്കുമ്പോൾ ഷിൻഡോയെ ഒരു വലിയ ഫാക്ടറിക്കകത്തായിരുന്നു പൂട്ടിയിട്ടിരുന്നത്. പോരാത്തതിന് കാവലിന് 2 പട്ടികളെയും നിർത്തിയിട്ടുണ്ടായിരുന്നു. ഹരിഹരസുദന് കമ്പ്യൂട്ടറിലെ പണി മാത്രമല്ല നല്ല പട്ടിപ്പണിയും അറിയാമായിരുന്നു. അതായത് തന്റെ കയ്യിൽ ബാക്കിയുണ്ടായിരുന്ന കഞ്ചാവ് ബ്രൗണി എടുത്ത് ഹരിഹരസുദൻ അവിടെ ഉണ്ടായിരുന്ന പട്ടികൾക്ക് കൊടുക്കുന്നു. ആ പട്ടികൾക്ക് ആ കഞ്ചാവ് ബ്രൗണി കൊടുത്തപ്പോഴാണ് ഷബീറിന് ഒരു സത്യം മനസ്സിലായത്. അതായത് താൻ കഴിച്ചത് സാധാ ബ്രൗണിയല്ല, കഞ്ചാവ് ബ്രൗണി ആണെന്നുള്ള സത്യം. പിന്നെ ഷബീർ അവിടെ നടത്തിയത് ആ കഞ്ചാവ് ബ്രൗണി കഴിച്ച പട്ടികളെക്കാൾ വലിയ പട്ടി ഷോ ആയിരുന്നു. അതെല്ലാം കണ്ട ഐഷു ഷബീറിനോട്, ഷബീറെ നിനക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു. എന്തായാലും ഷബീർ ആ അവസരം നന്നായിട്ട് മുതലാക്കി. എങ്ങനെയാണെന്നല്ലേ, ഷബീർ ഐഷുവിനോട് പറഞ്ഞു, നിനക്കൊരു കാര്യം അറിയാമോ, ആ ഷിൻഡോ ഇല്ലേ, അവൻ എന്റെ കൂട്ടുകാരനായതുകൊണ്ട് പറയുകയല്ല, അവൻ ഭൂലോക ചെറ്റയാണ്. അതിനൈഷു അതിപ്പോൾ ഈ കൂർഗുകാർക്ക് വരെ അറിയാം. അതിന് ഷബീർ, അതല്ല ഡോക്ടർ, ഞാനല്ലേ ഡോക്ടറിനെ ആദ്യം കാണാൻ വന്നത്. അതിനൈഷു, അതെ, നീ നിന്റെ പല്ലിന് ക്ലിപ്പ് ഇടണമെന്നും പറഞ്ഞ് ആദ്യം എന്റെ ആശുപത്രിയിൽ വന്നു. അതിന് ഷബീർ, എന്റെ പല്ല് നോക്കിക്കേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എന്റെ ഈ ഒരു കുഴപ്പവുമില്ലാത്ത പല്ലുമായി പല്ലു ഡോക്ടറായ നിന്നെ ഞാൻ കാണാൻ വന്നത് എന്തിനാണെന്ന് മനസ്സിലായോ? അത് നിന്നെ കാണുന്നതിനു വേണ്ടിയാണ്, അല്ലാതെ എനിക്ക് പല്ലിന് കമ്പിയിടാൻ വേണ്ടി വന്നതായിരുന്നില്ല. എന്നാൽ തന്നെ കാണുമ്പോഴേ എന്റെ കൈയും കാലും വിറയ്ക്കാൻ തുടങ്ങും. അതിനാൽ താനുമായി എനിക്കൊന്ന് സംസാരിക്കുന്നതിന് ഒരു ധൈര്യത്തിന് വേണ്ടി കൂടെ കൂട്ടിക്കൊണ്ടുവന്നതാണ് ആ നാറി ഷിൻഡോയെ. എന്നിട്ടെന്തായി, നിങ്ങൾ ഒരുമിച്ച് ചായ കുടിക്കാൻ പോക്കായി, സിനിമയ്ക്ക് പോക്കായി, റിലേഷൻഷിപ്പിൽ വരെയായി. അപ്പോൾ ഞാൻ ആരായി? എന്നാൽ അതെല്ലാം കേട്ട് ബിൻഡോയ്ക്ക് അത്ര സൂഹിക്കുന്നുണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ബിൻഡോ അവരെല്ലാരും കൂട്ടി നേരെ ആ ഫാക്ടറിക്കകത്തേക്ക് പോകുന്നു. എന്തായാലും അവിടെ ഷിൻഡോ ഉണ്ടായിരുന്നു. അങ്ങനെ ഷിൻഡോയെ കണ്ടെത്തിയതിന്റെ ആഹ്ലാദ പ്രകടനവും കെട്ടിപ്പിടിക്കലും ഉമ്മവെക്കലും എല്ലാം കഴിഞ്ഞപ്പോൾ കൊറിയർ ബാബു പറഞ്ഞു, എല്ലാവരും വേഗം വന്ന് വണ്ടിയിൽ കയറും, അവന്മാര് വരുന്നതിന് മുമ്പ് നമുക്ക് ബോർഡർ കടക്കണം. എന്നാൽ അതിന് ഷിൻഡോ, നിങ്ങൾ
നിങ്ങൾ എല്ലാവരും പൊയ്ക്കോ, എനിക്ക് അവളെ കാണണമെന്ന് പറയുന്നു. അതിന് ഐഷു നിനക്ക് എന്നാടാ പ്രാന്താണോ എന്ന് ചോദിക്കുന്നു. അതിന് ഷിൻഡോ എനിക്ക് എന്തായാലും അവളെ കണ്ടേ പറ്റൂ. അത് കേട്ട ബിൻഡോ നിനക്ക് അവളില്ലാതെ ഇവിടെ നിന്ന് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ചേച്ചിനെ എന്തായാലും ഇവിടെ നിന്നും കൊണ്ടുപോകും, അതിനി ഏത് ആശിഷ് ബപ്പനെ കൊന്നിട്ടാണെങ്കിലും. അത് കേട്ട് ഷിൻഡോയുടെ കിളി പോയി. ഐശ്വര്യ ബപ്പനെയോ? ആർക്ക് വേണോടാ അവളെ? അതിന് ബിൻഡോ അപ്പോൾ ചേച്ചിയെ വേണ്ടേ? അതിന് ഷിൻഡോ എനിക്ക് ആ ശവത്തിനെ ഒന്നും വേണ്ട, അവൾ എന്നെ ശരിക്കും ചീറ്റ് ചെയ്തതാണ്. കടം കയറി കൊച്ചിയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ അവൾ എന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. വേറെ ഓപ്ഷൻ ഒന്നും ഇല്ലായിരുന്നു എന്റെ കയ്യിൽ. അതുകൊണ്ടാണ് അവൾ ചോദിച്ചപ്പോൾ തന്നെ 20 ലക്ഷം രൂപ മറിച്ചു കൊടുത്തത്. അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ എല്ലാവരുടെയും കടങ്ങളൊക്കെ തീർക്കാമല്ലോ എന്ന് കരുതി. പക്ഷേ അവൾ എന്നെ തേച്ചു. ആ ക്യാഷ് തിരിച്ചു ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇവിടേക്ക് വന്നത്, അല്ലാതെ ആ ഏപ്രാച്ചിയെ കല്യാണം കഴിച്ച് കൂടെ താമസിക്കാനൊന്നുമല്ല. അതിനിടയ്ക്കാണ് അവളുടെ സഹോദരൻ കാര്യം പോലും അറിയാതെ എന്നെ തല്ലി ഇവിടെ കൊണ്ടിട്ടത്. അതെല്ലാം കേട്ട കൊറിയർ ബാബു നാട്ടുകാരെ എല്ലാം പറ്റിച്ച നിന്നെ അവൾ പറ്റിച്ചു, നിങ്ങൾ രണ്ടും കൂടി കല്യാണം കഴിക്കണം, അടിപൊളിയായിരിക്കും, ചെലവിന്റെ കാര്യം ഓർത്ത് പേടിക്കേണ്ട, അത് ഞാൻ ഏറ്റോളാം. അവരങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴേക്കും അവിടേക്ക് 2 വണ്ടി നിറയെ ആൾക്കാരും വരുന്നു. വന്നത് ആശിഷ് ബപ്പന്റെയും കൂട്ടുകാരും തന്നെയായിരുന്നു. പിന്നെ കുറച്ചു നേരത്തെ ഡയലോഗ് അടിക്കെല്ലാം ശേഷം നല്ല പൊരിഞ്ഞ അടി തുടങ്ങി. നമ്മുടെ ഡോക്ടർ ഐഷുവിന് തന്റെ ക്ലിനിക്കിൽ വരുന്നവരുടെ പല്ല് പ്ലക്കർ വെച്ച് പറിക്കാൻ മാത്രമല്ല തന്നെ ദ്രോഹിക്കാൻ വരുന്നവരുടെ പല്ല് ഇടിച്ചു പറിക്കാനും അറിയാമെന്ന് തെളിയിച്ചു. അങ്ങനെ ആ പൊരിഞ്ഞ അടിയുടെ അവസാനം ആശിഷ് ബപ്പനയുടെ കയ്യിലുണ്ടായിരുന്ന തോക്ക് കൊറിയർ ബാബു തട്ടിയെടുക്കുന്നു. അത് കണ്ട് ആശിഷ് ബപ്പനയുടെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടി രക്ഷപ്പെട്ടു. അങ്ങനെ വീണ്ടും അവരെല്ലാവരും അവിടെ നിന്നും പോകാൻ തുടങ്ങുമ്പോൾ ഷിൻഡോ വീണ്ടും പറഞ്ഞു, നിങ്ങൾ പൊക്കോ, ഞാൻ അവളെ കണ്ടിട്ടേ വരുന്നുള്ളൂ. അത് കേട്ട് കലിപ്പായ കൊറിയർ ബാബു ഷിൻഡോയോട് നിനക്കെന്റെ സ്വഭാവം ശരിക്കറിയാലോ, ചുരുട്ടിക്കൂട്ടി വണ്ടിയിലിട്ട് കൊണ്ടുപോകും നിന്നെ ഞാൻ എന്ന് പറയുന്നു. അതിന് ഷിൻഡോ നിങ്ങൾക്ക് നിങ്ങളുടെ കാശ് വേണമെങ്കിൽ അവളുടെ അടുത്ത് പോകണം എന്ന് പറയുന്നു. അതിന് കൊറിയർ ബാബു അതെന്ത് ചോദ്യമാ, എനിക്ക് എന്റെ കാശ് വേണം എന്ന് പറഞ്ഞു. അങ്ങനെ അവർ വീണ്ടും ആ റിസപ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ഷിൻഡോയെ കണ്ട ഐശ്വര്യ ബപ്പന എന്നോട് ക്ഷമിക്കണം, എന്റെ ബ്രദർ അങ്ങനെ പെരുമാറുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. അതിന് ഷിൻഡോ അത് കുഴപ്പമില്ല, പക്ഷേ എനിക്ക് എന്റെ പൈസ തിരികെ വേണം. അതിന് ഐശ്വര്യ ബപ്പന നിനക്ക് നിന്റെ പൈസയുമായി ഇവിടെ നിന്നും പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? ഇത് കേരളമല്ല, ബാംഗ്ലൂരാണ്. അത് കേട്ട് ഷിൻഡോ അപ്പോൾ ശരി പിന്നെ കാണാം എന്നും പറഞ്ഞ് എല്ലാവരെയും കൂട്ടി അവിടെ നിന്നും പോകുന്നു. ഷിൻഡോ അവിടെ നിന്നും വെറും കൈയോടെ ആയിരുന്നില്ല പോകുന്നത്, ഐശ്വര്യ ബപ്പന്റെ ധരിച്ചിരുന്ന ഒരു നെക്ലേസ് മേടിച്ചുകൊണ്ടാണ് അവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അവർ അവിടെ നിന്നും കേരളത്തിലേക്ക് വരുന്നതും കാണിച്ചുകൊണ്ട് ഈ സിനിമയും അവസാനിക്കുന്നു. കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ വളരെയധികം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ആർക്കെങ്കിലും ഏതെങ്കിലും സിനിമയുടെ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.